എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയും വിചാരിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി ബാക്ക് ടു സ്കൂൾ DIY ചെയ്യാം. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെയിം സ്ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ ആയാലും മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിൻട്രസ്റ്റ് എടുക്കുക, ക്യൂട്ട് പിക്ചേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ വരക്കാം. അല്ലെങ്കിൽ വരക്കാറില്ലെങ്കിൽ ട്രേസ് എടുക്കുക. ഇനിയിപ്പോൾ വരക്കാറിയണോണ്ടാണെങ്കിൽ സ്വന്തം ഇമാജിനേഷനിൽ നിന്നൊക്കെ എടുത്ത് വരച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെയിമും ക്ലാസ്സും റോൾ നമ്പറും അങ്ങനെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അതിന് വല്ല ഡിസൈനോ കളേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സെല്ലോ ടൈപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെയിം സ്ലിപ്പ് വാട്ടർ പ്രൂഫ് ആയിട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. അതെനിക്ക് ഒരു ബിയറിൻ്റെ തീമിലൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ ആയാലും മതി. എന്നിട്ട് അതിൽ ബിയറിൻ്റെ ഒന്ന് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ബ്രൗൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിനൊരു കണ്ണും മൂക്കും ബ്ലഷൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പ്ലെയിനായിട്ടും വരക്കാം, അതല്ലെങ്കിൽ കളറൊന്നും കൊടുക്കാണ്ട് ഇതേപോലെയും കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാക്കയും മയിലൊക്കെ ഒന്ന് കരയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും കരയൊക്കെണ്ട. ഓക്കെ. അപ്പോൾ അതൊന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കാർഡും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്മേൽ സ്റ്റിക്കി നോട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റിക്കി നോട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഗ്രിഡ് ലൈനൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്മേൽ ഞാനൊരു ബോവും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഭയങ്കര ഈസി ആയിട്ടുള്ള ബുക്ക് മാർക്കാണ്. അപ്പോൾ ഞാനൊരു ബുക്ക് മാർക്കും കൂടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൻസിലിന് ക്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു കാർഡ് ബോർഡ് വേണം. എന്നിട്ട് അതിന്മേൽ സ്റ്റാർ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 സ്റ്റാർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പെൻസിൽ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ 2 സ്റ്റാർ ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളറായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. എന്നിട്ട് അതിനെ കണ്ണും മൂക്കും എന്താ പറയുക സൈഡിൽ 2 ബ്ലഷൊക്കെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും കേട്ടോ. എന്നിട്ട് ആ പെൻസിലൊന്ന് ആ ഗ്യാപ്പിലും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യൂട്ട് പെൻസിൽ റെഡി ആയിട്ടോ. ഇനി അടുത്തത് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ 4 A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 4 സൈഡിൽ മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കവർ പേജ് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിന് ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രിഡ് പാറ്റേൺ വരച്ചിട്ട് അതൊന്ന് എന്താ പറയുക മറ്റേ ഷേപ്പിലെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ബോൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡൊന്ന് ബ്ലാങ്ക് ആയതുകൊണ്ട് തന്നെ പേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അപ്പോൾ അടുത്തത് നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പേപ്പർ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്സിൽ. അപ്പോൾ ഇത് ഞാനൊന്ന് ആഡ് ചെയ്തതാണ്. അത് ക്ലേ വെച്ചിട്ട് ഒരു ഫ്ലേവറും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളുടെ പേപ്പർ ക്ലിപ്പും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബുക്ക് മാർക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത ബുക്ക് മാർക്ക് കുറച്ചും കൂടെ അടിപൊളിയല്ലാത്ത പോലെ തോന്നി, അതുകൊണ്ടാട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത ഒരു ബുക്ക് മാർക്കിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഷോർട്സിൽ ഇനി വരുന്ന ഷോർട്സിൽ നമ്മൾ കുറച്ചും കൂടെ ബാക്ക് ടു സ്കൂൾ DIYസിൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.